ഹലോ, ഇന്ന് നമുക്കൊരു വിഷു സ്പെഷ്യൽ വ്ളോഗായിരുന്നു. വിഷു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായി. എന്നാലും ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോട്ടോ. കുഴപ്പമില്ല, നമുക്ക് അപ്ലോഡ് ചെയ്ത് കളയാം. അപ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ 3-4 ദിവസം മുമ്പ് തന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് തുടങ്ങും കേട്ടോ. പക്ഷേ ഇത്തവണ എന്തോ ലേറ്റായി. തലേ ദിവസം നമ്മൾ പടക്കം വാങ്ങിക്കാൻ പോയത്, പിന്നെ തലേ ദിവസമായിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത് കണി വെക്കാനും എല്ലാത്തിനുമായിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞെത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം പൂത്തിരിയും പടക്കമൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കേട്ടോ വീടൊക്കെ നന്നായി തുടച്ച് അടിച്ചു വാരി കണിയൊക്കെ വെക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. കണി വെക്കാനുള്ള കണിക്കൊന്ന രാത്രി 10:08 കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എൻ്റെ അനിയൻ ഏതോ മരത്തിലൊക്കെ കയറി ഒരു 10:11 മണി നേരത്താട്ടോ കണിക്കൊന്നയായിട്ട് വന്നത്. അങ്ങനെ നമ്മൾ ഇതാ എല്ലാം വെച്ചിട്ടുണ്ട്, കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഇതാ ഒരു മുണ്ട് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് പൈസ വെക്കുന്നുണ്ട്. നമ്മളെല്ലാ കൊല്ലും വെറൈറ്റി ആയിട്ട് കണി ഒരുക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ എല്ലാ കൊല്ലും ഞാൻ ഒരുക്കി വരുമ്പോൾ ലാസ്റ്റ് ഏകദേശം ഒരേപോലത്തെ കണി തന്നെയാണ് ആവാറുള്ളത്. അങ്ങനെ നമ്മളെല്ലാം ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എണീറ്റ് കണിയൊക്കെ കണ്ടു കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വിളക്കൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ കണിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ പോയിട്ടോ. കുറേ പടക്കങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ കത്തിച്ച് തീർക്കാന്നുള്ളതാട്ടോ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ എന്താ രാവിലെ തന്നെ ഈ മുകളിൽ പോയി ഇങ്ങനെ പൊട്ടി വിരിയണ ഒരു പടക്കമൊക്കെ പൊട്ടിച്ചു. പിന്നെ ഞാൻ കുറച്ച് പൂത്തിരിയും കത്തിച്ചു, മേശപ്പൊക്കെ കത്തിച്ചു കേട്ടോ. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി പോയി കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മോർണിംഗിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. രാവിലെ എനിക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മൈലാഞ്ചി ഇരിക്കുന്നതാണ് കേട്ടോ. ഇതാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നല്ല ചില്ലി റെഡ് കളറാവുന്ന മൈലാഞ്ചിയാണ്. അങ്ങനെ അത് കിട്ടിയതിന് ശേഷം കുളിച്ച് റെഡിയായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള താമര അമ്പലത്തിലേക്ക് അവിടെ തൊഴാൻ വേണ്ടി പോയത്. അങ്ങനെ ഞാൻ ഇതാ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇപ്പം അച്ഛൻ വരും കേട്ടോ. അച്ഛൻ ഇപ്പോൾ ബിസിനസ്സിൻ്റെ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഈ നേരാവും എത്താൻ വേണ്ടിയിട്ട്. മുമ്പൊക്കെ അച്ഛൻ 12 മണി, രാത്രി 12 മണിയൊക്കെ എത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരക്കുള്ളതുകൊണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് അച്ഛനെത്തിയിട്ട് കാണാം. ഇനി അടുക്കളയിലെ വിശേഷങ്ങൾ കുറച്ച് കാണിക്കാം. ഈ ഒരു ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ഓണത്തിനൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കാണിച്ചതാണ് കേട്ടോ. വിഷുവിനായിട്ട് എടുത്ത പട്ടാടൊക്കെ നമ്മളൊരു ഫോട്ടോ എടുത്തായിരുന്നു. ഇന്നത്തെ ദിവസം പുതിയതായിട്ട് ഇടാച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിൽ അടുക്കളയിൽ ഇതാപ്പം അമ്മ അവിയൽ ഇങ്ങനെ ഒരു നല്ല ഇലയിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് മാമ്പഴ പുളിശ്ശേരി ആട്ടോ. പിന്നെ അച്ചാറുണ്ട്, പുളിയിഞ്ചി ആയിട്ടുണ്ട്, ശർക്കരട്ടിയും കായ വറുത്തൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ ചെയ്ത് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ നമ്മുടെ മൈലാഞ്ചി ഈ ഒരു ചുവപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് വിഷുക്കട്ട. വേറെ എവിടെ അങ്ങനെ ഉണ്ടാക്കി കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വിഷുക്കട്ട അത് അമ്മ അവിടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വീട്ടിൽ മട്ടൻ കറി ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ വിഷുവിൻ്റെ സമയത്ത് നോൺ വെജ് വെക്കാറുണ്ട്. എത്ര വീട്ടിലങ്ങനെ വെക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതാ ഞാൻ മട്ടൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചടുത്ത് വന്നിട്ട് കണി നന്നായിട്ടുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പോകണ്ടായിരുന്നു. ഇന്ന് വിഷുവിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ കുറേ അധികം ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പച്ചന് വിഷുക്കട്ട തന്നെയാണ് കൊടുത്തത്. എല്ലാ വിഷുവിനും രാവിലെ നമ്മൾ അമ്മയുടെ വീട്ടിൽ പോകാറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അമ്മ അച്ഛന് വേണ്ടിയിട്ട് വിഷുവിന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അമ്മമ്മയ്ക്ക് പണ്ട് എപ്പോഴും സെറ്റ് സാരി ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ വിഷുവിന് എന്താ ഡ്രസ്സായിട്ട് എടുത്ത് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അമ്മമ്മ വീട്ടിൽ മാക്സിയാണ് ഇടാറുള്ളത്
കേട്ടോ. ഇന്ന് വിഷു ആയതുകൊണ്ടാണ് സെറ്റ് മുണ്ടൊക്കെ ഇട്ട് ഇരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ എല്ലാവരും കൊടുത്ത മാക്സിയൊക്കെ എനിക്ക് കാണിച്ചു തരുന്നു കേട്ടോ, കളറൊക്കെ കാണിച്ചു തരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ കറികളും ആയിട്ടുണ്ടായിരുന്നു. മാമ്പഴപ്പുളിശ്ശേരി, പായസം, ഓലൻ, കിച്ചടി, അച്ചാർ, ക്യാബേജ് ഉപ്പേരി, മട്ടൻ കറി, പുളിഞ്ചി, പപ്പടം, അവിയൽ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യ കഴിക്കുന്നതിന് മുമ്പായിട്ട് അച്ഛനിതാ മാലപ്പടക്കം ഉണ്ടായിരുന്നു കേട്ടോ, അത് അപ്പുറത്ത് പോയി കത്തിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് കാണാം അല്ലേ. സദ്യ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടൊന്ന് നൈറ്റ് നമുക്ക് വല്യമ്മയുടെ വീട്ടിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അവിടെ മാമനും പിന്നെ കസിൻസും എല്ലാവരും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണതിന് മുമ്പായി വീട്ടിലിരിക്കുന്ന കുറച്ച് പൂത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കസിൻസിനൊക്കെ നമുക്ക് കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. അതിൽ കാശൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അവിടെ പോയപ്പോൾ അവരും ഒരു പാക്കറ്റ് കവർ നിറയെ പൂത്തിരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കത്തിച്ച് തീർക്കാൻ നമ്മൾ കുറേ നേരം എടുത്തു, കഷ്ടപ്പെട്ട് കത്തിച്ച് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിലൊക്കെ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടി പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബല്ലേ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പൂത്തിരിയൊക്കെ കത്തിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടി സംസാരിച്ചൊരു 12 ക്യാപ്പിക്ക് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വിഷു സ്പെഷ്യൽ വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും.